ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗൗരിമോൾ ഇന്ന് ഭയങ്കര കരച്ചിലാട്ടോ, അച്ഛനെ കാണണം എന്നും പറഞ്ഞു. അപ്പോൾ വേദ തൊട്ടരികിരുന്ന് അമ്മ അടുത്തുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അമ്മ വേണ്ട, എനിക്ക് അച്ഛനെ കണ്ടാൽ മതി എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കൊച്ച്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് ഇങ്ങനെ നമ്മുടെ വേദ പറയുന്നു. അത് കേട്ടപ്പോൾ അവൻ എല്ലാ സ്വഭാവത്തിൽ നിന്നും പതുക്കെ മാറി വരുമായിരുന്നു. ഇനിയും പഴയ സ്വഭാവം എടുക്കുമെന്നുള്ള പേടി എനിക്ക് അവനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലെന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തരുൺ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അമ്മ പുറത്തേക്ക് ചെന്നപ്പോൾ തരുൺ വരുന്നുണ്ട്. നീ ഇതെവിടെ പോയതായിരുന്നു മോനെ, ഒന്ന് വേഗം വാ, നീ പോയിപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചില്ല, അച്ഛനെ കാണണമെന്നും പറഞ്ഞ്. അപ്പോഴത്തേക്കും തരുൺ ഓടി അകത്തേക്ക് ചെന്നു. എന്തിനാ മോള് കരയണേന്ന് ചോദിച്ചു. അച്ഛൻ വന്നല്ലോ, മോൾ എന്തിനാ കരയണേന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കാണാതിരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് ഗൗരിമോള് പറയാം. അച്ചോടാ, പേടിച്ചു പോയോ, അച്ഛൻ അങ്ങനെ വരാതിരിക്കുമോ എന്നൊക്കെ തരുൺ ചോദിക്കുക. കരയണ്ട കേട്ടോ എൻ്റെ പൊന്നുമോളെന്നും പറഞ്ഞ് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ ഈ അച്ഛൻ്റെയും മോളുടെ സ്നേഹം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്ക് ഭയങ്കര പേടി. ആ അമ്മയ്ക്ക് അതിലേറെ ടെൻഷൻ, വേദ എങ്ങനെ ഇതിനെ കാണുമെന്നുള്ളൊരിത്. അമ്മയും വേദയും കൂടി ആകെ ധർമ്മസങ്കടത്തിൽ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തരുൺ പറഞ്ഞു, ഇന്ന് ഇവൾ എൻ്റെ കൂടെ കിടന്നാൽ മതിയെന്നും പറഞ്ഞ് കൊച്ചിനെ തരുൺ എടുത്തുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ തരുണും കൊച്ചും കൂടെ അങ്ങ് പോയി. വേദയ്ക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അമ്മ വേദയെ സമാധാനിപ്പിക്കാം, മോള് ടെൻഷൻ ആവല്ലേ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇന്ന് അവൾ അവൻ്റെ കൂടെ കിടക്കട്ടെ എന്നും പറഞ്ഞ്. അപ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര ഒരു പേടി. എനിക്ക് പേടിയാവും അമ്മയെന്ന് വേദ. എന്തിന്, ആശുപത്രിയിൽ വെച്ച് അമ്മ കണ്ടതല്ലേ എന്ന് വേദ ചോദിക്കുക. അവൾക്കിപ്പോൾ തരുൺ മതി എല്ലാത്തിനും. ഞാൻ നാളെ ഒരിക്കലും തരുണല്ല മോളെ, അത് അറിയിക്കേണ്ട സമയത്ത് വേണ്ടത്ര തയ്യാറെടുപ്പോടെ അറിയിച്ചാൽ പോരെ എന്ന് അമ്മ ചോദിച്ചു. ഇപ്പോഴേ അതിന് ടെൻഷൻ ആവണോ, മോള് ചെന്ന് ഫ്രഷ് ആകാൻ നോക്കുക, ചെല്ല് എന്നും പറഞ്ഞ് അമ്മ വേദയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. ആ അമ്മ എന്നിട്ട് അവിടെ ഹോളിൽ ഇരിക്കുവാണ്. ആ അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അമ്മ കോൾ എടുത്തു. അപ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ വേദയുടെ അച്ഛനെ വിളിച്ച്, അതും വേദയുടെ ഫോണിലേക്ക്. അപ്പോൾ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ മോളെ, ഒരു സന്തോഷ വർത്തമാനം പറയാനാണ് വിളിച്ചത്. വിക്രം ജയിലിൽ നിന്നിറങ്ങി എന്ന് അച്ഛൻ പറയുക. വിക്രമിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന കാര്യം പറയാം. അതിനു വേണ്ടുന്ന തെളിവുകളും കോടതി പരിഗണിച്ചു എന്നും കുറച്ചു കാലം കാത്തു കിടക്കേണ്ടതായിട്ട് വന്നാലും അവസാനം സത്യം വിജയിക്കുമെന്ന് ഉറപ്പായില്ലേ എന്ന് അച്ഛൻ പറയുക. ഇനി ഈ ഒളിച്ചു താമസത്തിൻ്റെ ആവശ്യമില്ല മോളെ, നീ ഇങ്ങോട്ട് പോരെ എന്ന് അച്ഛൻ പറയുക. അപ്പോൾ വേദ ഒന്നും സൈഡിൽ നിന്നൊന്നും വരുന്നില്ല ശബ്ദം. അപ്പോൾ ഞാൻ വേദയല്ല എന്ന് അമ്മ പറഞ്ഞു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ വേദ പറഞ്ഞ് എനിക്ക് ശങ്കരനാരായണ സാറിനെ അറിയാം എന്ന അമ്മ അച്ഛനോട് പറയാം. വേദ ഇപ്പോൾ പഴയ വേദയല്ല എന്നും അവൾ എൻ്റെ മകൻ്റെ ഭാര്യ കൂടിയാണ് എന്ന് അമ്മ പറയുന്നു. കഴിഞ്ഞതെല്ലാം ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണെന്നും പഴയ ഓർമ്മകളിലേക്ക് ഇനിയും അവളെ വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞു അച്ഛൻ. പക്ഷേ വേദ വിക്രമൻ്റെ കുഞ്ഞിനെ, ആ കുഞ്ഞ് മരിച്ചു പോയി എന്ന് ഈ അമ്മ അച്ഛനോട് പറയുവാണ്. ആ അമ്മ വേദ ചതിക്കുന്ന രീതിയിൽ. എന്തീ പറയുന്നത്? അതെ, ഇപ്പോൾ അവളുടെ ഒപ്പം ഉള്ളത് എൻ്റെ മകൻ്റെ കുഞ്ഞാണ് എന്ന അമ്മ അച്ഛനോട് പറയുക. സ്വന്തം അമ്മയെ പോലെയാണ് അവൾ വേദയെ കാണുന്നത്. ഞങ്ങൾക്കും ഇപ്പോൾ അതങ്ങനെ തന്നെയാണ് എന്നും വേദയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള കാരണവും അതുതന്നെയാണെന്നും പറഞ്ഞു. കുഞ്ഞ് നഷ്ടപ്പെട്ട് ആകെ തകർന്നു പോയ വേദയെ തിരിച്ചു കൊണ്ടുവന്നതേ എൻ്റെ കുഞ്ഞിൻ്റെ മകൻ്റെ സാമീപ്യമാണെന്ന് ഈ അമ്മ പറയുക. പഴയതൊന്നും ഓർക്കാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങളും ആ പഴയ കാലത്തേക്ക് അവളെ ഇനി തിരിച്ചു വിളിക്കരുതെന്നും അവളിപ്പോൾ പഴയ വേദയല്ല എന്നും പറയാം. ഇന്നത്തെ പൊസിഷനിലേക്ക് അവൾ വെറുതെ എത്തിയതുമല്ല എന്നും ആ അമ്മ പറയുന്നു. അതിൻ്റെ പിന്നിൽ എൻ്റെ മകൻ്റെ കൂടി അധ്വാനം ഉണ്ടെന്നും അവനും വേദയും കുഞ്ഞും അടങ്ങുന്ന അവൻ്റെ കുടുംബത്തിലേക്ക് ഇനി അവകാശം പറഞ്ഞ ഒരാളും എത്തരുത് പ്ലീസ് എന്നും പറയാം. ഇതൊരു അപേക്ഷയാണെന്നും പറഞ്ഞ് ആ അമ്മ ഫോണും അങ്ങ് കട്ട് ചെയ്തു. ശങ്കരൻ നടുങ്ങിപ്പോയി കേട്ടോ, ഇത് എന്നതാ ഈ കേൾക്കുന്നതെന്ന് ഓർത്ത്. അപ്പോൾ കൂടെ നിന്ന് ആ അമ്മ വേദയ്ക്ക് ശരിക്കും ഒരു പണി കൊടുക്കുകയാണ് മകൻ്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ വിക്രം ബൈക്കിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ പോലീസുകാരവിടെ നിർത്തി. ആ സമയത്ത് നമ്മുടെ പഴയ പോലീസുകാരനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക വിക്രത്തിന്. മറ്റേ പോലീസുകാരൻ, സാർ ഇത് നോക്കിയെന്ന് പറഞ്ഞു. വിക്രം ഇതെല്ലാം കാണിച്ചൊക്കെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും മറ്റേ പോലീസുകാരൻ വന്നു. എന്താടാ
എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ഇങ്ങനെ വിക്രത്തോട് ചോദിക്കാം. അപ്പം നിന്നെ ഒന്ന് നേരിൽ കാണാൻ ഇരിക്കായിരുന്നല്ലോടാ, ഞാൻ സ്റ്റേഷനിൽ വന്ന് പെടുന്ന എന്തെങ്കിലും നീ ഒപ്പിക്കാതിരിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുവരെ കാത്തിരിക്കണമല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണിതാ നീ തന്നെ മുന്നിൽ വന്ന് പെട്ടത് എന്നൊക്കെ ഈ പോലീസുകാരൻ പറയാം കേട്ടോ. വിക്രം മൈൻഡ് ചെയ്യുന്നില്ല. പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പം പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു, ഇൻഷുറൻസും എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് വിസ്തരിച്ച് പരിശോധിക്കാതെ വിടണ്ട. അപ്പോൾ പണ്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 7-8 കൊല്ലം അകത്ത് കിടന്നവനാണെന്നൊക്കെ SI പറയാം. അപ്പോൾ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്നും ഇയാൾ. അതുമേലിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നു. അപ്പോൾ സാബു സാറേ, എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലെന്നും പരിശോധിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും സാറിന് നന്നായിട്ട് അറിയാം. പിന്നെ എന്നെ അപമാനിക്കാൻ വേണ്ടി പിടിച്ച് നിർത്തുന്നതാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും മാറി നിൽക്കടാന്ന് പറഞ്ഞു വിക്രത്തിൻ്റെ ഷർട്ടിൻ്റെ കുത്തിന് പിടിച്ച് വലിച്ചിങ്ങ് മാറ്റി. അപമാനോ? നിനക്കതിന് എവിടുന്നാടാ അഭിമാനം ഉള്ളത്? എടാ ജീവിതത്തിൽ 10-13 വർഷം അകത്ത് കിടന്നവനല്ലേ നീ, നാണത്തിൻ്റെ കൈയൊക്കെ നീ വിടാൻ പറഞ്ഞു. എന്നിട്ട് ബൈക്ക് മുഴുവൻ പരിശോധിക്കുക. അങ്ങനെ ബൈക്കിലുള്ള സാധനങ്ങൾ മുഴുവനും നിലത്ത് വലിച്ചെറിഞ്ഞിട്ടു. അപ്പോൾ ഇവനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൂടി. അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ സാറിന് സമാധാനം ആയില്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, നിർത്തടാ നിൻ്റെ വീമ്പ് കുറച്ചില്ല, എൻ്റെ കയ്യിലെങ്ങാനും ഒരിത്തിരി സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിന്നെ ഞാൻ അകത്താക്കിയാലും ഇയാൾ പറയാം. നീയൊന്ന് പത്തി പൊക്കി കിട്ടാനാടാ ഞാനിതൊക്കെ ചെയ്യുന്നത്, പഴയ കടങ്ങളൊക്കെ ഒന്നിച്ചൊന്നങ്ങ് വീട്ടുണ്ടേടാന്ന് ചോദിച്ചുകൊണ്ട് വിക്രത്തെ പിടിച്ച് ഇയാളെ ഒരൊറ്റ തള്ള്. അവൻ്റെ ഷർട്ട് വരി പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും വിക്രത്തിൻ്റെ ചെയ്യുവാണ്. അങ്ങനെ അത്ര എളുപ്പത്തിൽ നിന്നെ ഞാൻ വിട്ടുകളയുന്ന നീ പ്രതീക്ഷിക്കേണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ പറയട്ടെ. ഒരു രീതിയിൽ നമ്മുടെ വിക്രത്തിനെ പിടിക്കാൻ അയാൾക്ക് പറ്റിയില്ല. അതിൻ്റെ പക അയാളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേദ കൂട്ടുകാരിയുടെ അടുത്ത് നിന്ന് കൂട്ടുകാരിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ് നീ തുടങ്ങി വെച്ചതെന്നും ഇപ്പം നിൻ്റെ ജീവിതം തന്നെ മാറിപ്പോയില്ലേ എന്നും ഇങ്ങനെ കൂട്ടുകാരി ചോദിക്കുമ്പം അതെ, എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയെന്ന് വേദ പറയുന്നു. അഴിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ അത് മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുക കേട്ടോ. എന്താടി, എന്താ കാര്യമെന്ന് ചോദിച്ചു. അത് പിന്നെ ഇനി എത്ര കാലം ഞാനിങ്ങനെ പോകും ശ്രേയെ, എനിക്കറിയില്ല എന്ന് വേദ. എൻ്റെ മോളെയും തരുണിനെയൊക്കെ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണെന്ന് പറഞ്ഞു. അപ്പം നീ മാത്രമല്ലല്ലോ ഇത് തീരുമാനിച്ചത്, തരുണിൻ്റെ അമ്മയ്ക്കും ഇതിൽ പങ്കില്ലേ എന്ന് ശ്രേയ ചോദിച്ചു. എന്നെങ്കിലും ഒരിക്കലും ഇത് തുറന്നു പറയേണ്ടി വരുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയല്ലേ അന്ന് ഈ തീരുമാനം നീ എടുത്തത്? അതെ, പക്ഷേ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല എൻ്റെ ശ്രേയ എന്ന് വേദ കൂട്ടുകാരിയോട് പറയാം. ഓരോ ദിവസം കഴിയും തോറും അവളും തരുണും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത് കൂടിക്കൂടി വരുവാണെന്ന് പറഞ്ഞു. അപ്പം നീ ഇപ്പം ഇതൊന്നും പറയാൻ നിൽക്കണ്ട, ഒരു സാഹചര്യം കിട്ടുമ്പോൾ നിനക്ക് പറയാമല്ലോ കാര്യങ്ങളെല്ലാം. പിന്നെ നിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് അതങ്ങനെ പുറത്തു പറയാതെ നീണ്ടു പോയതാണെന്നും അവർ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കും. തരുൺ പക്ഷേ അത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു ശ്രേയയോട് വേദ. അല്ലാണ്ട് ഇപ്പോൾ വേറെ എന്തോ ഒരു മാർഗമെന്ന് ചോദിച്ചു. നോക്ക്, മോളോട് നീ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്നും അവൾക്കൊരച്ഛനുണ്ടെന്നും ആൾ മറ്റൊരു സ്ഥലത്താണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് നിനക്ക് ബുദ്ധിമുട്ട് മറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധിമുട്ടോ? വിക്രമിൻ്റെ മുഖം ഓർക്കാത്ത ഏത് ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വേദ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. മോളോട് ആ സത്യം വെളിപ്പെടുത്തുന്നതിന് മുൻപ് എനിക്കത് വിക്രമനോടത് പറയണം ശ്രേയ എന്ന് വേദ പറയുന്നു. വിക്രം ഒരു അച്ഛനാണെന്നും ആ കുഞ്ഞ് സുരക്ഷിതമായി വളരുന്നുണ്ടെന്നും ആദ്യം വിക്രമാണ് അറിയേണ്ടതെന്ന കാര്യം വേദ പറയാം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി വിക്രമനെ നേരിട്ട് കണ്ടാലോ എന്ന് വിചാരിക്കുകയാണ് എന്ന് വേദ പറയണം. അങ്ങനെയാണ് നിൻ്റെ മനസ്സ് പറയുന്നതെങ്കിൽ നീ ഉറപ്പായിട്ടും പോണം എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എവിടേക്ക് പോണ കാര്യം മോളെ നീ പറയുന്നതെന്ന് ചോദിച്ചു. അമ്മ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് അമ്മ കൊണ്ടുവന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കാം. എല്ലാം ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോകുന്ന കാര്യം പറയായിരുന്നു എന്ന് പറയാം കേട്ടോ. ആണോ മോളെ, എവിടേക്കാണ് മോളെ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ തിരുവനന്തപുരത്തേക്ക്. ഓഫീഷ്യൽ അല്ല അമ്മേ, തികച്ചും പേഴ്സണലാണെന്ന കാര്യം വേദ അമ്മയോട് പറയാം കേട്ടോ. അമ്മയോട് എന്തിനാ നുണ പറയുന്നത് എന്ന് വേദ. അപ്പോൾ ജയിലിലേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അതെന്ന് പറഞ്ഞു. നീ പോകും എന്ന് എനിക്കറിയാമായിരുന്നു, എന്താണത് സംഭവിക്കുക എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിരുന്നുള്ളൂ എന്ന് ആ അമ്മ പറയുന്നു. തരുണിനോട് പറയുന്നുണ്ടോ? അത് എന്താ വേണ്ടത്? അപ്പോൾ പറയണ്ട മോളെ, ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതല്ലേ, നീ പോയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നും അമ്മ പറയാണ്.
ചില സത്യങ്ങൾ സ്വയം വെളിപ്പെടുന്നത് വരെ കാത്തിരിക്കുകയാണ് മോളെ നല്ലത് എന്ന് അമ്മ. നമ്മളായിട്ട് തിരക്ക് പിടിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞു. നീ ഇപ്പം നിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നു. വേദയുടെ മുന്നിൽ ആ അമ്മ നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ വിക്രം ജയിലിൽ ഇല്ല എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം, വേദയ്ക്കറിയില്ലല്ലോ. ചായയും കൊടുത്ത് അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പം എനിക്ക് നിന്നെയും തരുണിനെയും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഒട്ടും പിടികിട്ടാത്തത് തരുണിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം ശ്രേയ വേദയോട് പറയുക കേട്ടോ. അത് കേട്ടപ്പം നമ്മുടെ വേദ ചിരിച്ചു. ഞാൻ എന്താണോ അത് തന്നെയാണ് അമ്മയും. എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു അഭയത്തിന് ശ്രമിച്ചതുപോലെ അവരുടെ മകൻ്റെ മനസ്സിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരും ശ്രമിച്ചു എന്ന കാര്യം വേദ ശ്രേയോട് പറയുക. രണ്ടമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിച്ചൊരു നാടകം. സ്നേഹമായിരുന്നോ സ്വാർത്ഥതയായിരുന്നോ കൂടുതലെന്ന് കാലം തെളിയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീ പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ വിക്രത്തിൻ്റെ ചേട്ടൻ്റെ ശ്രീ പ്രൊഡക്ട്സിലേക്ക് പോലീസ് എത്തുക. എന്തൊക്കെയാടോ വണ്ടിയിൽ കടത്തുന്നത് എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇവർ ഞെട്ടി. ചോദിച്ചത് കേട്ടില്ലേ എന്തൊക്കെയാണെന്ന്? അപ്പോൾ പൊടികളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പലതരം പൊടികളാണല്ലോ പലരും കടത്തുന്നത്, അത് എന്താണെന്നാണ് ചോദിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടേക്ക് ചെന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്തും ഉണ്ട് കൂട്ടത്തിൽ. വലിച്ചു വാരിയിട്ട് പരിശോധിക്കും സാറേ എന്നും പറഞ്ഞ് ഇവനങ്ങ് വരിക. അപ്പോൾ എന്താ എന്ന് ചോദിച്ച് വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം വന്ന സമയത്ത് ഇന്നലെ നീ സൂത്രത്തിൽ രക്ഷപ്പെട്ടു, അങ്ങനെ വെറുതെ വിട്ടുകൂടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പം സാറേ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കറി പൗഡറും മസാലപ്പൊടികളൊക്കെ വിൽക്കുന്നവരാണ് ഞങ്ങൾ വേറെന്ത് കടത്താനാണെന്ന് വിക്രത്തിൻ്റെ ചേട്ടൻ ചോദിക്കാം. അപ്പോൾ നീ കടത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോൾ ജയിലിൽ നിന്ന് വേറൊരുത്തരും കൂടെ എത്തിയിട്ടുണ്ടല്ലോ, അവൻ്റെ പഴയ ബിസിനസ്സാണ് നിൻ്റെ മറയിലാണെന്നൊരു സംശയമെന്ന്. അപ്പോൾ നിന്നെ പരിശോധിക്കാതെ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വന്നു. സാറേ വെറുതെ മുൻവൈരാഗ്യം വെച്ച് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത് എന്ന് സുധാകരൻ മാഷ് വന്ന് പറയുവാണ്. ഇവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബമാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോലീസാണല്ലോ തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ. അന്നേരം സാറേ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, ഇത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണെന്നും ഇവിടെ പോലീസും മറ്റും വന്ന് പരിശോധിക്കുന്നു എന്ന് അറിഞ്ഞാൽ ഹൗസ് ഓണർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശ്രീജ. അങ്ങനെ എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് പോലീസിന് ഈ ഒരു ബിസിനസ് തടയാൻ പറ്റുമോ എന്നും ചോദിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇതാക്കി പറയുവാണ്. അപ്പം പെടുത്താനുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലായി ഇവർക്ക്. അപ്പം നിനക്കൊക്കെ ഈ കണ്ട പൊടികളൊക്കെ പൊടിച്ചെടുക്കുന്ന ഒരു മില്ലില്ലേ, അവിടെയും കയറി ഞങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ആയിട്ട് വരിക. ഈ സമയത്ത് ശ്രീജ ഇങ്ങനെ വിശ്വനെ നോക്കുക. എന്തെങ്കിലും കിട്ടിയാൽ കച്ചവടം ഞങ്ങൾ പൂട്ടിക്കുകയും ചെയ്യും, കാണണമെന്ന് ചോദിച്ചവന്മാർ വെല്ലുവിളിക്കുന്നു. അപ്പോൾ സാർ ഇന്നലെ പറഞ്ഞത് നടപ്പിലാക്കാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു വിക്രം. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നീ പെട്ടെന്ന് സത്യസന്ധനും നല്ലവനുമായെന്ന് പോലീസിനെ ഉറപ്പിക്കേണ്ടേ വിക്രം എന്ന് ഇയാളിങ്ങനെ ചോദിക്കുക കേട്ടോ. അന്നേരം സാറേ കഴിഞ്ഞ 5 വർഷം എൻ്റെ മകനെ തടവിൽ ആക്കിയത് എന്തിനാണെന്നും എന്ത് കുറ്റത്തിനാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണെന്ന കാര്യം അന്നേരം സുധാകരൻ മാഷ് പറയാം. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കാനോ കോടതി പോലീസിനോട് ഉത്തരവിട്ടിട്ടുള്ളതെന്നും സുധാകരൻ മാഷ് പറഞ്ഞു. അല്ലാതെ സംശയിക്കുന്ന ആളുകളെല്ലാവരും കൂടെ ചേർന്ന് നിരപരാധികളെ ശിക്ഷിക്കാനല്ല എന്ന് പറഞ്ഞു. പോലീസ് അവരുടെ പണി നടത്തിട്ട് മുപ്പിന്നേ, അല്ലാതെ തടസ്സപ്പെടുത്താൻ നോക്കിയതുകൊണ്ടൊന്നും അവർ പിന്മാറാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വലിയ ഡയലോഗ്. നിങ്ങൾ പരിശോധനയൊക്കെ നടത്തിക്കോ, പക്ഷേ പരിശോധിക്കുന്നതിന് മുൻപ് പരിശോധിക്കുന്ന പോലീസുകാരുടെ കൈവശം ഒന്നുമില്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണമെന്ന് പറഞ്ഞു വിക്രം. എന്താണെന്ന് നീ പറഞ്ഞേ, മനസ്സിലായില്ലേ സാറിന്? അതിനു മുൻപ് എനിക്കും എൻ്റെ ചേട്ടനും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടണം. അതിനുശേഷമേ നിങ്ങൾക്ക് ഈ വണ്ടി പരിശോധിക്കാൻ കിട്ടുള്ളൂ എന്നും, എന്നിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ന് വിക്രം പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. അതുപോലെ പോലീസുകാരനും ഒന്ന് ഞെട്ടി. സാബു 5 കൊല്ലം കാത്തു സൂക്ഷിച്ചു വെച്ച പകയും വൈരാഗ്യമൊക്കെ കെട്ടടങ്ങി ഒരു പഴം പോലെ നിൽക്കുകയാണെന്ന് താൻ കരുതരുത്, വിചാരിക്കരുത് എന്നും വിക്രം ഇവന്മാരോട് പറയുക. ഇതിനുള്ളിൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു നിമിഷം താൻ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, പോലീസിനെ ആക്രമിച്ചതിനല്ല, നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന ഈ പാരനാറി ഈ മുറ്റത്തിട്ട് അവസാനിപ്പിച്ചതിന്. എന്താ റെഡിയാണോ എന്ന് വിക്രം സാബുവിനോട് ചോദിച്ചു. റെഡിയാണെങ്കിൽ വാടാ എന്നും പറഞ്ഞ് വിക്രം വിളിച്ചപ്പോൾ ഒന്ന് ഞെട്ടിയവന്മാർ. ഏത് പോലീസുകാരാണെങ്കിലും പറഞ്ഞു വിട്, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാമെന്നും വിക്രം പറയാം. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ തലയാട്ടി കാണിക്കുക സാബുവിനെ. അപ്പോഴത്തേക്കും വിക്രം നേരെ ഈ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്രീകാന്തേ, നീ ഇതുവരെ ചെയ്തതൊന്നും മറന്നുകൊണ്ടല്ല ഞാനൊന്നും ചെയ്യാതെ നിൽക്കുന്നത്. നീ ഒറ്റൊരാൾ കൊണ്ട് മാത്രം ഈ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്ന എൻ്റെ വേദയെ കണ്ടെത്തി കൊണ്ടുവരേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നും
ആ നിമിഷം മുതൽ എനിക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് നിനക്കറിയാമല്ലോ. അതുവരെ ഒരല്പം കൂടി ആയുസ് നീട്ടി കിട്ടണമെന്ന് നീ പ്രാർത്ഥിച്ചോ. നീ നിൻ്റെ പ്രിയ പട്ടാളത്തെ വിളിച്ചോണ്ട് പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാബു ടാ എന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നു. അവൻ നാണം കേട്ട് അങ്ങോട്ടേക്ക് പോയി. അതായത് ഈ ശ്രീകാന്ത്. പിന്നെ സാബുവിനൊന്നും അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കുറേ കാലം അനങ്ങാതെ കിടന്നത് നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ എന്ന് വിക്രം ഇങ്ങനെ സാബുവിനോട് ചോദിച്ചു. സാബു സാറേ, ഈ സീൻ കൂടുതൽ വഷളൊക്കെ പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസിനെയും കൂട്ടിക്കൊണ്ട് വിട്ടോളാൻ പറഞ്ഞു. നിന്നെ വന്നിടത്തേക്ക് തന്നെ ഞാൻ തിരിച്ചയക്കുവേടാന്ന് പറഞ്ഞു സാബു. സന്തോഷം. പക്ഷേ അതിനു മുൻപ് നീ നിൻ്റെ പെണ്ണും പിള്ളയുടെ കുറച്ച് കാലത്തേക്ക് വെള്ള പൊതച്ച് നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്കാം. അല്ല, അങ്ങനെ ഒരു ആചാരത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാടോ എന്നും പറഞ്ഞുകൊണ്ട് സാബു പോലീസുകാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അവരങ്ങ് പോയപ്പം ഏട്ടൻ ഇങ്ങനെ അധിക ദിവസം ഇങ്ങനെ പേടിക്കേണ്ടി വരില്ല എന്ന് നമ്മുടെ വിക്രം ഈശ്വരനോട് അത് കഴിഞ്ഞപ്പോൾ പറയുക കേട്ടോ. അതായത് വിക്രം അവിടെ നിന്ന് മാറും എന്നുള്ളത്. എന്തായാലും ഇവിടെ ഇനി ഇങ്ങനെ പറ്റില്ല അച്ഛാ, ഞാൻ ചിലതൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് വിക്രം അച്ഛനോടും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറിപ്പോയി. സുധാരമാഷ് ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.